കാട്ടിലുണ്ടായിരുന്ന പപ്പായ മരം ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ മരത്തിനെ കാട്ടിലുള്ള എല്ലാവരും വലിയ പപ്പായ മരമെന്ന് വിളിച്ചിരുന്നു. അത് അതിന്റെ മാജിക് കൊണ്ട് എല്ലാവരും സഹായിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പക്ഷികളും മൃഗങ്ങളും എപ്പോഴും അതിനു ചുറ്റുമുണ്ടായിരുന്നു. ഒരു ദിവസം ആ വലിയ പപ്പായ മരത്തിന്റെ മുൻപിൽ പ്രാവ്, ഒരു കാക്ക, പിന്നെ ഒരു തത്ത, 2 പക്ഷികൾ ഇങ്ങനെ എല്ലാവരും വന്നു നിന്നു. അതിനുശേഷം ഒരു മാൻ, ഒരു കുരങ്ങ്, ഒരു ആന, ഒരു കുഞ്ഞാന ഇങ്ങനെ എല്ലാവരും വന്നു നിന്നു. ഞാൻ സുഖമായി ജീവിക്കുന്നു. കുറച്ച് നാളുകൾക്കുള്ളിൽ എൻ്റെ ഫേവറേറ്റ് ക്രിസ്മസ് വരാൻ പോകുന്നു. ആ ഫെസ്റ്റിവൽ എന്റെയും ഫേവറേറ്റ് ആണ്. രാത്രി സാന്റാക്ലോസ് വരും. വന്ന് അദ്ദേഹം എല്ലാവർക്കും ഗിഫ്റ്റ് തരും. അത് കേട്ട് പപ്പായ മരം ഒരുപാട് വിഷമിച്ചു. ഇത്തവണ ക്രിസ്മസ് ഒരിക്കലും നല്ലതായിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഈ വർഷം നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ സാന്റ വരികയേയില്ല. ഒരു മരത്തിനെ പോലെ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയല്ലേ. ഞാനായിരുന്നു നിങ്ങളുടെ സാന്റാക്ലോസ്. അത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളായിരുന്നോ സാന്റാക്ലോസ്? നിങ്ങൾ എപ്പോഴും മാജിക് കാണിച്ച് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും, എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരുപക്ഷെ നിങ്ങൾ സാന്റാക്ലോസ് ആണെങ്കിൽ പറയൂ, നിങ്ങൾ എങ്ങനെ ഒരു മരമായി മാറി? ഇത് കഴിഞ്ഞ ക്രിസ്മസിൽ സംഭവിച്ചതാണ്. എല്ലാ ക്രിസ്മസും പോലെ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായി ഞാൻ വന്നു. എന്നാൽ അന്ന് രാത്രി ഒരു കുതിരയ്ക്ക് മാത്രം പരിക്കേറ്റു. അതുകൊണ്ട് ഞാൻ പുറപ്പെടാൻ താമസിച്ചു.